ലോൺ എടുത്ത് വിദേശത്ത് MBBS പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉള്ളതാണ് ഈ വീഡിയോ. ലോൺ എടുത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ക്യാഷ് ഉണ്ടായിട്ടും ലോൺ എടുക്കുന്നവരെ പറ്റിയല്ല, നമ്മുടെ സ്വന്തം പാടം പോലും പണയം വെച്ച് ലോൺ എടുത്ത് MBBS പഠനത്തിന് വേണ്ടി പുറത്തു പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ബാങ്കിൽ നിന്നും നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ് മാക്സിമം 6 months ആണ് നമുക്ക് മൊറട്ടോറിയം കിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 6.5 വർഷമാണ് നമുക്ക് മാക്സിമം അതിന്റെ തിരിച്ചടവിനുള്ള ടൈം കിട്ടുക. അതിനാണ് മൊറട്ടോറിയം എന്ന് പറയാം. കാരണം 6 വർഷം കഴിഞ്ഞ് 6.5 വർഷമായാൽ നമുക്ക് തിരിച്ചടവ് തുടങ്ങണം. അപ്പോൾ MBBSന്റെ കേസ് നിങ്ങൾക്കറിയാം, 6 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 6 വർഷം കഴിഞ്ഞ് അവർ 1 year ഇന്റേൺഷിപ്പ് കഴിഞ്ഞ്, ഇന്റേൺഷിപ്പ് ഉള്ളവരാണ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് FMG എക്സാം എഴുതി FMG ക്ലിയർ ആയി അഗെയിൻ 1 year ഇന്റേൺഷിപ്പ് നാട്ടിൽ ചെയ്ത് എന്നതിന് ശേഷമാണ് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോ ഈ 6 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 7-8 വർഷം കഴിയാതെ നമുക്ക് ജോലിയിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 വർഷം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടവ് ചാലുവാകും, സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ 6 വർഷം കഴിഞ്ഞ ശേഷം നമുക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് തിരിച്ചടവിനുള്ള വകുപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ എടുക്കാം. അതല്ലാതെ നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞ് ജോലിയിൽ കയറി ഇട്ട് വേണം തിരിച്ചടവ് സ്റ്റാർട്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% അത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇത്രക്കും ക്രിട്ടിക്കലായിട്ട്, എസ്പെഷ്യലി MBBSന്റെ കേസാണ് ഞാൻ പറയുന്നത്, മറ്റുള്ള പ്രോഗ്രാം പോലെയല്ല. നിങ്ങൾക്കറിയാലോ, കുറെ മാനദണ്ഡങ്ങളുണ്ട്. കാരണം MBBS കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വർഷത്തിൽ 2 തവണയാണ് എക്സാം ഉള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് ആകുമ്പോൾ തന്നെ അവിടെ 1 വർഷം ലാപ്സായി. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചു വേണം നിങ്ങൾ ലോൺ എടുക്കാൻ. അതല്ലാതെ ആരെങ്കിലും ബാങ്ക് ലോണോട് കൂടെ നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാം, അല്ലെങ്കിൽ MBBS വിത്ത് ബാങ്ക് ലോൺ എന്നെല്ലാം പറഞ്ഞ് ഉള്ള പല മിസ്ഗൈഡൻസും അതുപോലുള്ള ഒത്തിരി പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന്റെ A to Z, അതിന്റെ പ്ലസും മൈനസും ആലോചിച്ച് വേണം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ റഷീദ് അലി, ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്, സ്പെഷ്യലി മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലോണിന്റെ കേസും നിങ്ങൾക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്റെ നമ്പർ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.